വരുമ്പോഴാണ് മറ്റൊരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. തെരുവ് നായകളെ നിയന്ത്രിക്കുന്നതിലെ നിയമപ്രശ്നങ്ങൾ അതൊക്കെ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് സർക്കാർ ഈ പഴികേട്ട് മടുത്ത് ഇപ്പോൾ നീക്കം തുടങ്ങിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുമാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. സർക്കാരും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും അടക്കം നൽകിയ ഒരു കൂട്ടം ഹർജികളിൽ ഇടപെടാതെ ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഓർമ്മയുണ്ടാവുമല്ലോ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്ന ആലോചനകൾ എന്തൊക്കെയാണെന്ന് പറയാൻ അഷിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുകയാണ്. അഷിൻ ഡിയാഗോ, ഈ ഒരു പ്രശ്നം അതൊരു വലിയ പ്രശ്നമാണ്. ഞാനും അഷിനും അടക്കം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടുകാർ നേരിടുന്ന പ്രശ്നമാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറാവുകയാണോ? എന്തൊക്കെയാണ് നിയമപരമായി ഇനി ചെയ്യാനായി സർക്കാർ ഉദ്ദേശിക്കുന്നത്? കിട്ടുന്ന വിവരങ്ങൾ എന്താണ് അഷിൻ? സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാരും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും അടക്കം ഒരു കൂട്ടം ഹർജിയാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ നൽകിയിരുന്നത്. പക്ഷേ ഈ ഒരു ഹർജി പരിഗണിക്കാതെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് വിഷയം ഹൈക്കോടതിയിൽ സമീപിക്കാനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഇതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ നിയമങ്ങളിലെ വൈരുദ്ധ്യം, അതുമാത്രമല്ല ഈ പ്രശ്നത്തിലെ ഒരു ശാശ്വത പരിഹാരം. ഈ രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ സമീപിക്കാൻ ഒരുങ്ങുന്നത്. മാത്രമല്ല ഈ ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇത് അവസാനിച്ചതിന് ശേഷമാകും ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിൽ സർക്കാർ എത്തുക. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നിയമപ്രശ്നം തന്നെയാണ്. ഈ തെരുവുനായ പ്രശ്നത്തിൽ ഈ സർക്കാർ ഇടപെടാൻ കഴിയാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ നിയമപ്രശ്നങ്ങളാണ്. ഈ നിയമപ്രശ്നങ്ങൾ ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ അറിയിക്കാനാണ് സുപ്രീം കോടതിയുടെ തീരുമാനം, ഈ സർക്കാരിന്റെ തീരുമാനം. ഈ സർക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ABC കൺട്രോൾ, അതായത് 2023 അനിമൽ ബർത്ത് കൺട്രോൾ, ഇതിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന നിയമമല്ല ഈ തദ്ദേശ നിയമങ്ങൾ നൽകുന്നത്. കാരണം ഈ തദ്ദേശ നിയമങ്ങൾക്ക് തെരുവുനായ്ക്കളെ കൊല്ലാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ ABC ചട്ടങ്ങളിൽ വന്ധ്യകരണം, അതുപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ് തുടങ്ങിയവയാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രധാന വൈരുദ്ധ്യമായിരിക്കും സർക്കാർ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ചൂണ്ടിക്കാട്ടിയായിരിക്കും സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുക. മാത്രമല്ല ഈ നേരത്തെ തന്നെ ഈ ഒരു 20,000 ശസ്ത്രക്രിയകൾ നടത്തിയ വെറ്റിനറി സർജൻ ABC സെന്ററിൽ നിർബന്ധമാണെന്നും ഇത്തരം കേന്ദ്രത്തിൽ മാത്രമേ അനിമൽ വെൽഫെയർ ബോർഡിന്റെ അനുമതി ലഭിക്കൂ എന്നൊരു വ്യവസ്ഥയുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ, ഈ ABC പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സംസ്ഥാനം ഉള്ളതെന്ന് നേരത്തെ തന്നെ സർക്കാർ പരാതിപ്പെട്ടിരുന്നു. മാത്രമല്ല നായ കടിച്ചു കുടയുമ്പോൾ ആ കടിച്ചു കുടഞ്ഞ മനുഷ്യനെയും എടുത്ത് ആശുപത്രിയിലേക്ക് പോകുന്നു. കടിച്ച നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ കുത്തിവയ്പ് എടുക്കുന്നു. ഇപ്പോൾ മൂവാറ്റുപുഴയിൽ 8-9 പേർ കുത്തിവയ്പ്പൊക്കെ എടുത്തിരിക്കുകയാണ്. അവർ നിരീക്ഷണത്തിലാണ്. നായയ്ക്ക് പേവിഷബാധയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് പിന്നീടാണ്. ഇത്